ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നമ്മൾ സാധാരണ വഴറ്റിയെടുത്തുണ്ടാക്കുന്ന രസത്തിനേക്കാളും കുറച്ച് ഡിഫറെൻ്റായി അതിനും കൂടുതൽ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രസത്തിൻ്റെ റെസിപ്പി നോക്കാം. രസം ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം നമുക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിതിനായിട്ട് 2 തുടം വെളുത്തുള്ളി എടുത്ത് ചതച്ച് വെച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 4 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 തക്കാളി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ രസപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഇനി 1 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകമാണ്, പൊടിച്ച് വെച്ചതാണ്. ഇനി ഇതിലേക്ക് അല്പം വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ കൈവച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലകളുടെ സ്മെല്ലെല്ലാം ഇതിൽ നന്നായി ഒന്ന് പിടിച്ചു വന്നോളും. എല്ലാം കൂടെ ഒന്ന് കൈവച്ച് നന്നായി തന്നെ ഒന്ന് തിരുമ്പിയെടുക്കാം. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം വഴറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും നല്ലൊരു സ്മെല്ലായിരിക്കും. വഴറ്റിയെടുത്ത് കഷ്ടപ്പെടാതെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാനും പറ്റും. തിരക്കുള്ള സമയങ്ങളിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റോട് കൂടി പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ലെമൺ സൈസിലുള്ള പുളി എടുത്തിട്ട് പിഴിഞ്ഞ് വെച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പുളി ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറവണിയിൽ ലാസ്റ്റ് നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 4 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇപ്പോൾ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ രസം ഇവിടെ നന്നായി തന്നെ ബോയിലായി വന്നിട്ടുണ്ട്. രസം നമ്മൾ അധികം നേരം ബോയിൽ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഈ സമയം മല്ലിയില കൂടെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബോയിലായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു തിള വരുന്ന സമയത്ത് തന്നെ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് കേട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് ബോയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ രസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ രസത്തിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.